ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദയാത്ര. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉദ്ഘാടനം ചെയ്യുന്ന യാത്ര 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, മോദിയുടെ തുടർച്ചയായുള്ള സന്ദർശനം, കേരള സന്ദർശനമൊക്കെ ബി.ജെ.പിക്ക് വലിയ ആവേശം നൽകുന്നുണ്ട്. ഇന്ന് കെ. സുരേന്ദ്രന്റെ പദയാത്ര ആരംഭിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത്? മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള പദയാത്ര ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജമാക്കുക എന്നതാണ് ഈ പദയാത്രയുടെ ലക്ഷ്യം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക രംഗങ്ങളിൽ സമവായ ചർച്ചകൾക്കും വേദിയാകും ഈ പദയാത്ര എന്ന് പറയുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഈ പദയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ JP നദ്ദ വരുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയൊരു മാറ്റം ഇപ്പോൾ സംസ്ഥാന ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളെല്ലാം കാസർഗോഡ് മധൂരിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഈ പദയാത്രയുടെ വിജയത്തിനായിട്ട് ബി.ജെ.പി. ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ കെ. സുരേന്ദ്രൻ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലെത്തി ദർശനമൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം 10 മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം 1 മണിക്ക് സ്നേഹസംഗമം എന്ന പേരിൽ സാംസ്കാരിക നായകന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപീകരിക്കപ്പെടുമെന്നാണ് NDAയുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ യാത്രയിൽ വലിയ രീതിയിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാരുടെ കുത്തൊഴുക്കുണ്ടാകുമെന്നും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകുമെന്നും ബി.ജെ.പി. വ്യക്തമാക്കുന്നു. ഏതൊക്കെയായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മെച്ചങ്ങളാണ് അവർ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും ഈ കേരള പദയാത്ര വേദിയാകും. ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു 10 കിലോമീറ്റർ നീളത്തിൽ പദയാത്ര എന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ 29-ന് കണ്ണൂരും 30-ന് വയനാടും ഈ പദയാത്ര പ്രവേശിക്കും. 27-ന്, അതായത് അടുത്ത മാസം 27-ന് പാലക്കാട് ആണ് ഇതിന്റെ സമാപനമായി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയായാലും വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ തക്കുന്ന ഒരു പദയാത്രയായിട്ടാണ് ബി.ജെ.പി. ഇതിനെ കാണുന്നത്. ശരി, ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ബി.ജെ.പി. കെ. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് തുടങ്ങുകയാണ്.